നമ്മുടെ പ്ലാവേൽ ഇഷ്ടംപോലെ ചക്ക ഉണ്ട് കേട്ടോ. അപ്പം അമ്മ ഉണ്ടായിരുന്നു. അമ്മ ഓരോ ചക്ക വീഴുന്നത് നോക്കി അത് കറക്റ്റ് വിളവ് നോക്കി അത് പറിക്കുക. അത് എന്താ കറക്റ്റ് സമയത്ത് ഒരു ചക്ക പോലും കളത്തില്ല. അത് വറക്കുകയും വേവിക്കുകയും പഴുത്താണെങ്കിൽ വിളച്ച് വെക്കുകയും ചെയ്യും. അപ്പം ഈ പ്രാവശ്യം ചക്ക മുഴുവൻ പോകും എന്നുള്ള ഇതിലേക്ക്. പക്ഷെ ഒത്തിരി പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ കൊടുക്കണം. പിന്നെ ഞാനത് കൂടുതൽ 3 ചക്ക ഇട്ടുകൊണ്ട് പോകുകയാണെങ്കിൽ വറക്കാവില്ല. അപ്പോൾ ചേച്ചിയൊക്കെ പോകുകയാണെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് അടത്തി പറക്കി വറക്കാം എന്ന് പറഞ്ഞൊരു 3 ചക്കയും പറിച്ചുകൊണ്ട് പോകാം. അപ്പോൾ പറിച്ച കുറഞ്ഞ പഴുത്ത ചക്കയും കിട്ടി. അപ്പോൾ താഴെ ചേട്ടൻ ഉണ്ടായിരുന്നു, അവന് ഒരു ചക്ക കൊടുത്തു. പഴുത്തതിൻ്റെ കുറച്ച് പകുതി അവനും കൊടുത്തു. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി ആ ചക്കയൊക്കെ ഒന്ന് വറുത്ത് വരാം. ഏതൊരു അവധിയൊക്കെ അല്ലേ, കൊച്ചിമാരിക്കും അവർക്ക് ചക്ക വറുത്ത ഇഷ്ടമാണ്. അപ്പോൾ എന്നാൽ ചക്ക വറക്കാം, പോയിട്ട് വരാം. അങ്ങനെ ചക്കയൊക്കെ ആയിട്ട് ചേച്ചിയുടെ വീട്ടിലെത്തി കേട്ടോ. പകുതി ഇരിക്കുന്നത് പഴുത്തയൊക്കെ കേട്ടോ, നല്ല അടിപൊളി വരിക്കച്ചക്കയാണ്. പഴുത്തതിനൊക്കെ നല്ല ടേസ്റ്റ്, നല്ല മധുരം കേട്ടോ. അപ്പോൾ ചക്കയെല്ലാം വണ്ടിയെ നിറക്കി ഞാനും അളിനും കൂടെ മുറിച്ച് കൊടുത്തു കേട്ടോ. മുറിച്ച് കൊടുത്തിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് അടത്തി പെറുക്കുക. എല്ലാവരും കൂടി നടത്തി പെറുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണല്ലോ അല്ലേ. അപ്പം അരക്കുള്ളത് മാത്രമേ ഇച്ചിരി പണിയുള്ളൂ. പിന്നെ എല്ലാവരും കൂടി അരിഞ്ഞു. കുറേ അരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വറക്കാൻ കയറി കേട്ടോ. ചേച്ചിയും അമ്മയും കൂടെ ഇരുന്ന് ബാക്കി അരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വറക്കാൻ കയറി. അപ്പം വിറകടുപ്പിലാണ് വറക്കുന്നത്. അയ്യോ, ചൂടുകൂടായതുകൊണ്ട് വിറകടുപ്പിൽ വറയെന്ന് പറഞ്ഞാൽ തന്നെ ഒന്നും പറയണ്ടല്ലോ, വിശർത്ത് കുളിച്ചെന്ന് പറഞ്ഞാൽ മതി. നല്ല രസമാണ് കേട്ടോ. പക്ഷേ എല്ലാവരും കൂടെ കൂടി ഇതൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഓരോന്നിടത്ത് കുറിക്കുന്നുമുണ്ട്. കാരണം നമ്മൾ അല്ലാതെ കഴിക്കുന്നതിൽ ഒരു പ്രത്യേക ഒരു രസമാണല്ലോ. നമ്മൾ വറക്കുന്നതിനിടയ്ക്ക് കുറിക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നിടത്ത് വാലിട്ടുകൊണ്ട് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചക്ക അരിഞ്ഞതിൻ്റെ മൂടും എല്ലാം കൂടെ ചേച്ചി വേവിക്കുകയും ചെയ്തു കേട്ടോ. അത് അയലക്കുറി കൂട്ടി മുറ്റത്തിരുന്ന് കഴിക്കുക കേട്ടോ. അതും വിശർത്ത് കുളിച്ചിരുന്ന് മുറ്റത്തിരുന്ന് കഴിക്കുന്ന ഒരു ഫീലാണല്ലോ അല്ലേ. ചക്കവറയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോവാം. അയ്യോ, വൈകുന്നേരമായി. പെട്ടത് കുറച്ച് ചക്കക്കുരു എടുത്തു. 3 ചക്ക ഉണ്ടായിരുന്നല്ലോ, 3 ചക്ക. ഒരെണ്ണം 10 ചക്ക എടുത്തുമായിരുന്നു. അയ്യോ, ഇതുമായിട്ട് വീട്ടിൽ പോവാം.